ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഓണത്തിന് അങ്ങനെ കാര്യമായിട്ട് വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, ഫുൾ നോൺ വെജ് ആയിരുന്നു. മട്ടനും ബീഫും ചിക്കനും മീനും എല്ലാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിയൽ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ ആ റെസിപ്പി ഒന്ന് നോക്കിയാൽ. അവിയലിനുള്ള കഷ്ണങ്ങളാണിത്. ഒരു പകുതി കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേന, 2 പച്ചമുളക്, ഒരു പകുതി വെള്ളരിക്ക, കുറച്ച് ക്യാരറ്റ് കഷ്ണം, കുറച്ച് കയ്പ്പക്ക, കുറച്ച് മുരിങ്ങക്കായ, കുറച്ച് പയർ. ഇത്രയും സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇനിയും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊക്കെ ഇതിൻ്റെ വേവിനനുസരിച്ച് കുക്ക് ചെയ്യാം. ഫസ്റ്റ് ചേനയും വെള്ളരിയും കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ്. സ്റ്റവ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേനയും വെള്ളരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും വെള്ളരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി കഷ്ണങ്ങൾക്കൂടെയുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് ഒരു പകുതി കുക്കാവുന്ന സമയത്ത് നമുക്ക് ബാക്കി കഷ്ണങ്ങൾ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ. അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം പകുതി കുക്കായിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങക്കായും കയ്പ്പയ്ക്കയും പയറും പിന്നെ നമ്മൾ കുറച്ച് കായ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ക്യാരറ്റ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തീരെ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾ കുറച്ച് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 പച്ചമുളകും കൂടെ ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കണം. അപ്പോൾ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതങ്ങനെ ഉടഞ്ഞു പോകരുത്. അവയിലെ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോവാത്ത തരത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് തൈരും ഈ തേങ്ങ ഒതുക്കിയതും എല്ലാം ചേർക്കുന്ന സമയത്ത് കറക്റ്റ് പാകമായിട്ട് വരും. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒതുക്കി വെച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ കഷ്ണങ്ങളും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവയിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോയാൽ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ആയിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ലൂസായി പോകരുത്. പിന്നെ ചട്ടിയിൽ നമ്മൾ ആക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ ചെറിയൊരു ലൂസിൽ നിന്നോട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിലുള്ള അവിയൽ കഴിക്കാം കേട്ടോ. ഈ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തൈര് അങ്ങോട്ട് ഭയങ്കരമായിട്ട് തിളച്ച് പോകാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി തോന്നുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പില ആയതുകൊണ്ട് നല്ല സ്വാദായിരിക്കും. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതിൽ പ്രത്യേകിച്ച് വറവൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. കുറച്ചധികം ഒഴിച്ചു കൊടുക്കണേ, എങ്കിലാണ് നല്ലൊരു സ്വാദുള്ള അവിയൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. കുറച്ച് നേരം ഈ ചട്ടിയിൽ തന്നെ നിൽക്കട്ടെ. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് വറ്റി വരും. അതിനുശേഷം മാത്രം നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അവിയലിൻ്റെ കറക്റ്റ് പരുവാണിത്. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.